2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തുമെമ്പാടുമുള്ള ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ ഏകീകരിക്കാനുള്ള തീവ്ര ശ്രമം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. അതിന്റെ ഫലമായി തന്നെ കേരളത്തിൽ ഒരർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് ഏറെ മുൻപ് തന്നെ ക്രൈസ്തവ വോട്ടുകളെല്ലാം തന്നെ ശേഖരിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിന്റെ ഭാഗമായിട്ട് ക്രിസ്മസ് കാലങ്ങളെല്ലാം തന്നെ ക്രൈസ്തവ ഭവന സന്ദർശനങ്ങളും മത നേതാക്കന്മാരെല്ലാം തന്നെ നേരിട്ട് സന്ദർശിക്കുന്ന സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കേരള പദയാത്ര നടത്തിയ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ വീണ്ടും മതമേലധ്യക്ഷന്മാരെല്ലാം തന്നെ നേരിട്ട് സന്ദർശിക്കുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇനി തൃശൂർ ലോക്സഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ തൃശൂരിനെ സംബന്ധിച്ച് ബി.ജെ.പിയുടെ എല്ലാ അജണ്ടകളും പരീക്ഷിച്ച ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. തൃശൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ക്രൈസ്തവ വോട്ടുകളെല്ലാം തന്നെ ഏകീകരിക്കാനുള്ള തീവ്ര ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. ലൂർദ് മാതാവിന് കിരീടം നൽകിയതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനോട് അനുബന്ധിച്ച് നടന്നത് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ പല വിമർശനങ്ങളും യഥാർത്ഥത്തിൽ ബി.ജെ.പിക്ക് എതിരെ ഉയർന്നു വന്നെന്നുള്ളത് തന്നെയാണ്. കാരണം ഇത്തരത്തിലുള്ള ഒരു ഏകീകരണമെല്ലാം തന്നെ നടന്നിരുന്നെങ്കിലും ബി.ജെ.പിക്ക് യഥാർത്ഥത്തിൽ ക്രൈസ്തവ വോട്ടുകളെ ഒന്നും തന്നെ പിന്തുണ ലഭിക്കാൻ സാധ്യതയില്ല എന്നെല്ലാം തന്നെ പറയുന്ന അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനങ്ങളെല്ലാം തന്നെ ഉയരുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇന്ന് വരാപ്പുഴ അതിരൂപതയുടെ മുഖപ്രസംഗം പോലും വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. കാരണം അതുവരെ എന്താണോ ക്രൈസ്തവ വോട്ടുകളെല്ലാം തന്നെ ഒരർത്ഥത്തിൽ ബി.ജെ.പിക്ക് അന്യമായി പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾക്കും അപ്പുറത്തേക്ക് വരാപ്പുഴ അതിരൂപത കൃത്യമായി തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. തങ്ങൾ ബി.ജെ.പിയുടെ കൂടെ തന്നെയാണ് എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല കേരളത്തിൽ ബി.ജെ.പിക്ക് ഒരു അക്കൗണ്ടെങ്കിലും തുറക്കാനാകും എന്നുള്ള വലിയൊരു ശുഭാപ്തി വിശ്വാസം യഥാർത്ഥത്തിൽ അതിരൂപതയ്ക്കുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇപ്പോൾ വരാപ്പുഴ അതിരൂപത ബി.ജെ.പിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നേരിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. തങ്ങളുടെ മുഖപത്രത്തിലൂടെ ലേഖനം എഴുതിക്കൊണ്ടാണ് കൃത്യമായി അതിരൂപത തങ്ങളുടെ നിലപാട് അറിയിക്കുന്നത്. യഥാർത്ഥത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ബി.ജെ.പിക്ക് അനുകൂല ലേഖനവുമായാണ് വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തി എത്തിയത്. മോദിയെ പ്രശംസ കൊണ്ട് മൂടുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്ത് ലേഖനമെഴുതിയത് ആലപ്പുഴ രൂപതയിലെ വൈദികനായ ഫാദർ സേവ്യർ കുടിയാംശേരിയാണ്. ഇതിന് പിന്നാലെ ലേഖനം വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തി എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ബി.ജെ.പിക്ക് ഇനിയും അയിത്തം കൽപ്പിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ലേഖനത്തിൽ കൃത്യമായി പറയുന്നത്. ബി.ജെ.പിയിൽ അഴിമതി ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നും ലേഖനം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ രൂക്ഷമായ ഭാഷയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെയും കടന്നാക്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഘടകം. കമ്മ്യൂണിസം അറിയാവുന്നവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല എന്നും ഇപ്പോൾ ഉള്ളവരാവട്ടെ അവർ പാർട്ടിക്കാരെ മാത്രം സേവിക്കുകയാണ് ചെയ്യുന്നതെന്നും ലേഖനം വിമർശിക്കുന്നുണ്ട്. കോൺഗ്രസിലും പ്രതീക്ഷ ഇല്ല എന്ന് തന്നെയാണ് ലേഖനം വ്യക്തമാക്കുന്നത്. പുതിയ തലമുറ കോൺഗ്രസിൽ നിന്ന് മാറി ചിന്തിക്കുന്നെന്നും ഇന്ത്യ മുന്നണിക്ക് ദാർശനികമായ അടിത്തറയില്ല എന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ബി.ജെ.പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യത ഉണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്തുൾപ്പെടെ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ടെന്ന് പോലും ലേഖനം ചൂണ്ടിക്കാണിക്കുകയാണ്. യു.ഡി.എഫും എൽ.ഡി.എഫും സെക്യുലർ അല്ലെന്നും യു.ഡി.എഫ് മുസ്ലിം ലീഗിന് അടിയറവ് പറഞ്ഞിരിക്കുകയാണെന്നും ലേഖനം പറയുന്നുണ്ട്. അതേസമയം തന്നെ ഇടതുപക്ഷം ഇക്കാര്യത്തിൽ മോശമല്ലെന്നും അവരെ സ്വന്തം വളയത്തിലെത്തിക്കാൻ ശ്രമിക്കുകയാണെന്നും ലേഖനം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബി.ജെ.പിയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്ന് കൂടി ലേഖനം പറയുക. അവർ കരുത്തോടെ ഇന്ത്യ ഭരിക്കുകയാണ്. ഇക്കുറി ബി.ജെ.പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ തന്നെയാണ് സാധ്യത. ഇനിയും അയിത്തം കൽപ്പിച്ച് അവരെ പുറത്തു നിർത്തിയാൽ അവർ നമ്മയും പുറത്തു നിർത്തുമെന്നാണ് ലേഖനത്തിൽ പറയുന്നത്. അതേസമയം തന്നെ കേരള സ്റ്റോറി പ്രദർശനവുമായി ബന്ധപ്പെട്ട വിവാദം കെട്ടണയുന്നതിനിടെയാണ് ബി.ജെ.പിക്ക് താങ്ങാവുന്ന മറ്റൊരു നിലപാടുമായി ക്രൈസ്തവ സഭ കേരളത്തിൽ വീണ്ടും എത്തുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. ഇത് വരാപ്പുഴ അതിരൂപതയുടെ ഔദ്യോഗിക നിലപാടായി കണക്കാക്കാൻ കഴിയില്ല എന്നാണ് ഒരു വിഭാഗം എന്നാൽ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല സമീപകാലത്ത് കേരളത്തിൽ നടന്ന കാര്യങ്ങളുമായി കൂട്ടി വായിക്കുമ്പോൾ ഇത് എഴുതിത്തള്ളാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് മറ്റ് ചില അഭിപ്രായങ്ങളും ഉയരുന്നത്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന സാഹചര്യത്തിൽ സഭയുടെ വോട്ട് എങ്ങോട്ട് പോകുമെന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനായി പഠിച്ച പണി 18 പയറ്റുന്ന ബി.ജെ.പി തുടക്കത്തിൽ തന്നെ ക്രൈസ്തവ വിഭാഗത്തെ കൂടെ ചേർക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്നുള്ളതും ഇക്കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ടത് തന്നെയാണ്. ഇതിന്റെ പ്രതിഫലനം തന്നെയാണ് യഥാർത്ഥത്തിൽ കേരള സ്റ്റോറി വിഷയത്തിൽ ഉൾപ്പെടെ കണ്ടതെന്നാണ് നിലവിലെ വിലയിരുത്തൽ. എന്നാൽ കേരള സ്റ്റോറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിഭിന്ന അഭിപ്രായങ്ങൾ സഭയ്ക്ക് ഉള്ളിൽ നിന്നും വന്നു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. ഇതേ സാഹചര്യത്തിൽ ഇപ്പോൾ വരാപ്പുഴ അതിരൂപതയുടെ ഈ നിലപാടിനെതിരെയും ക്രൈസ്തവ സഭയിൽ നിന്നും വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ടെന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. പക്ഷേ എന്നാൽ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് തന്നെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ദിവസങ്ങൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ന്യൂനപക്ഷ വോട്ടുകളെല്ലാം തന്നെ ഒരർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാകാനുള്ള സാധ്യത ഏറെയാണ് എന്നുള്ള വിലയിരുത്തലുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴാണ് ക്രൈസ്തവ സഭ എന്തു തന്നെയാണെങ്കിലും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷത്തിനാണെങ്കിലും ബി.ജെ.പിക്കാണെങ്കിലും അതല്ല യു.ഡി.എഫിനാണെങ്കിലും ഏറെ നിർണായകം തന്നെയാണ്.